നമസ്കാരം പ്രിയപ്പെട്ടവരെ, സോളാർ കേസിൽ നിന്നും രക്ഷപ്പെടുന്നതിനു വേണ്ടി നിരപരാധിയായ ജോസ് തെറ്റേലിനെ കൊടുക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള ഫോൺ വിളികളുടെ 4ാമത്തെ വീഡിയോ ആണ് ഇത്. കുഞ്ഞാലിക്കുട്ടിയുടെ വിശ്വസ്തനും ബന്ധുവുമായ മൊയ്തീനിക്കായുടെ കൂട്ടുകാരനായിട്ടുള്ള ഒരു മാലിക്കിന്റെ ഭാര്യ റസിയ മാലിക്, പട്ടാമ്പിയിലെ മുൻ MLAയും കോൺഗ്രസിന്റെ നേതാവുമായ CP മുഹമ്മദ്, അങ്ങനെ തുടങ്ങിയ ഒരു വലിയ നിര കോൺഗ്രസ് നേതാക്കളുടെയും അനുഭാവികളുടെയും ഗൂഢാലോചനയുടെ ഫലമായിട്ടായിരുന്നു അന്ന് ജോസ് തെറ്റേലിനെ എതിരെയുള്ള ഈ ആരോപണം. കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടു. പക്ഷേ ആ ഇരയായ സ്ത്രീക്ക്, അവർ കോൺഗ്രസുകാർ ചതിയിൽപ്പെടുത്തിയ സ്ത്രീക്ക് ഇപ്പോഴും കൊടുക്കാനുള്ള ബാക്കി പൈസ കൊടുത്തിട്ടില്ല. അതിനുവേണ്ടിയിട്ട് കോൺഗ്രസ് നേതാക്കന്മാരുടെ പുറകെ നടക്കുന്നതിന്റെ, അവരെ ഫോൺ വിളിച്ച് പരാതി പറയുന്നതിന്റെ ഫോൺ റെക്കോർഡുകളാണ് പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ കുഞ്ഞാലിക്കുട്ടിയുടെ വിശ്വസ്തനും ബന്ധുവുമായ മൊയ്തീനിക്കായുടെ 1ാം ഭാഗമായിട്ടുള്ള വോയിസ് റെക്കോർഡ് പുറത്തുവിട്ടിരുന്നു. അതിന്റെ ബാക്കി ഭാഗമാണ് ഇപ്പോൾ ഞാൻ പുറത്തുവിടുന്നത്. കേൾക്കുക. ഇന്ന് ഈ സാധനം എങ്ങനെ മേടിച്ചെടുക്കാൻ പറ്റും? നമ്മുടെ ഈ കാശ് പെട്ടുപോയല്ലോ. അപ്പൊ ഇത് നമുക്ക് കുഞ്ഞാലിക്കുട്ടി സാഹിബായിട്ട് ഇടപെട്ടിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഇടപെട്ട കാര്യം നടക്കും. സംഭവം ശരി, ഞാൻ പറഞ്ഞു ശ്രദ്ധിക്കാം. ഇത് 10 വർഷത്തിനടുത്തായി, 11 വർഷത്തായി. നമ്മളൊരു മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭ നിലനിർത്തിയിട്ട് ഇവര് ഈ വക തെണ്ടിത്തരാണോ നമ്മളെടുത്ത് കാണിക്കേണ്ടത്? അന്ന് പറഞ്ഞു, മൂപ്പരന്ന് പറഞ്ഞു. ആരാ? കുഞ്ഞാലിക്കുട്ടി സാറാ? അന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞു? എത്തിച്ചാളോട് എത്തിച്ചില്ല, മൂപ്പരോട് വാങ്ങിച്ചു തരാറട്ടെ, എനിക്ക് സൗകര്യം ചെറുതായി ചെയ്തെന്നില്ലേ? അല്ല, എത്തിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഇല്ല, എത്തിച്ചു തന്നിട്ടില്ലല്ലോ. നമുക്ക് ഒരു പൈസ കിട്ടിയിട്ടില്ലല്ലോ. മൂപ്പരോട് പറയാൻ വേണ്ടി പൈസന്റെ നല്ല പറയണത് ഞാൻ. അന്നെന്താ മൂപ്പരെതിര് പറഞ്ഞപ്പോ ഉമ്മൻചാണ്ടി സാറിനോട് പറയിച്ചില്ലെന്ന് നമ്മളെന്തോ? അല്ല, ഞാൻ പറയട്ടെ, കുഞ്ഞാലിക്കുട്ടി സാറാന്ന് ഉമ്മൻചാണ്ടി സാറായിട്ട് സംസാരിച്ചു, ബെന്നി ബേനാനായിട്ട് സംസാരിച്ചു എന്നൊക്കെ വിളിച്ചപ്പോ പറഞ്ഞല്ലോ. അന്ന് അതായത് 11-12 വർഷത്തോളായി. ഇത്രയും ഒരു മര്യാദകേട് കാണിക്കാമോ? നമ്മൾ എത്ര നാളെ ഇവിടെ പിന്നാലെ നടക്കണം. അന്ന് ബെന്നി ബേനാൻ പൈസ തരില്ല എന്ന് പറയണല്ലേ? അയാളുടെ വീട്ടിലും ഓഫീസിലും തിരുവനന്തപുരത്തായിട്ട് അയാൾ എത്രയോ പ്രാവശ്യം നടത്തിയെന്നറിയോ? ഇന്ന് തരാം, നാളെ തരാം. ചെല്ലുമ്പോൾ അവിടെ ചായയും തരും. അയാളുടെ ഭാര്യ മറ്റേ ആ ഷെർലിയിലെ പുള്ളിക്കാരത്തി ചായയും തരും, ചോറും തരും, ഭക്ഷണവും തന്നു വിടും. പക്ഷെ അതങ്ങനെ വിട്ടിട്ട് എന്താ കാര്യമുള്ളത്? നമ്മുടെ കാര്യത്തിന് തീരുമാനമാക്കേണ്ടത്. ഇക്കൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളൊരു പെൺകുട്ടീനെ പെരുവഴിയിലാക്കിയിട്ടാണ് ഭരണം നിലനിർത്തി ഒരു പെൺകുട്ടീനെ പെരുവഴിയിലാക്കി ആ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചു. എന്നിട്ട് ഇവര് MP ആയി മത്സരിച്ചു. ഇപ്പൊ 2ാമത്തെ കഴിഞ്ഞ ഇലക്ഷന് ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് നിന്നു. CP മുഹമ്മദിന്റെ അവിടെ അന്ന് അയാൾ ഇടപെട്ടവരുടെ അവിടെ നിന്നു. എന്നിട്ട് അത് നടന്നില്ല. അയാൾ വന്ന് പിന്നെ ബെന്നി ബേനാനെതിരെ ചാലക്കുടിയിൽ നിന്നു. അപ്പോൾ പറഞ്ഞു, മറ്റേ ആ ജോണി നെല്ലൂരൊക്കെ ഇടപെട്ട് പറഞ്ഞു, പ്രശ്നം ഉണ്ടാക്കണ്ട, പൈസ മേടിച്ചു തരാം. PJ ഇടപെട്ടിട്ട് പറഞ്ഞു, പൈസ മേടിച്ചു തരാം, പ്രശ്നം ഉണ്ടാക്കണ്ട, നോബി ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കരുത്, ഞങ്ങൾ ധാരണയിലായിട്ടുണ്ട് എല്ലാവരും കൂടി. ഉമ്മൻചാണ്ടി സാറ് കൊടുത്തു കിട്ടും എന്നറിയാം, ബെന്നി ബേനാന്റെ പൈസ ഉണ്ടെന്ന് അറിയാം. അപ്പോൾ അത് തന്നോളാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇലക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഒരു വിവരമില്ലേക്കാ. പിന്നെ ഞാൻ പിന്നാലെ നടക്കുന്നതല്ലാതെ യാതൊരു തീരുമാനം ഇതിനായിട്ടില്ല. ഇനിയിപ്പോൾ ഇതെന്താ ചെയ്യാം? കുഞ്ഞാലിക്കുട്ടി സാറ് തന്നെ ഇടപെട്ട് കഴിഞ്ഞാൽ ബെന്നി ബേനൻ പൈസ എടുത്തു വയ്ക്കും. കാരണം എനിക്ക് തരാനുള്ള പൈസ ഇല്ല. 15 കോടി രൂപ പാർട്ടി ഫണ്ടിൽ നിന്നാണ് ഉമ്മൻചാണ്ടി സാർ കൊടുത്തത്. എൻ്റെ അടുത്ത് പറഞ്ഞത് ക്ലിഫ് ഹൗസിൽ വെച്ച് 15 കോടി രൂപ ഈ പേരും പറഞ്ഞ് ബെന്നി ബേനൻ മേടിച്ചെന്ന് പറഞ്ഞത്. അത് എൻ്റെ അടുത്ത് 4 മഫ്തിയിൽ 4 പോലീസുകാർ ഫ്ലാറ്റിൽ വന്ന് തൊട്ടടുത്ത ദിവസം തന്നെ ക്ലിഫ് ഹൗസിൽ ചെല്ലാൻ പറഞ്ഞ്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇങ്ങനെ 15 കോടി രൂപ ഇങ്ങനെ ബെന്നി ബേനൻ കൊടുത്തിട്ടുണ്ട്, മോൾ അവിടെ ചെന്ന് പൈസ വാങ്ങിച്ചോളാൻ പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു അടുത്ത ദിവസം വായോ എന്ന് പറഞ്ഞു. അടുത്ത ദിവസം ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ അന്നുണ്ടായ എല്ലാ ബ്രോക്കർമാരും അവിടെ ഉണ്ട്. ഈ കൊപ്പത്തെ സുന്ദരവും മറ്റേ മാലിക് പെണ്ണ് എല്ലാവരും ഉണ്ട്, ചിന്നൻ ബാബു ഒക്കെ ഉണ്ട്. എന്നിട്ട് അന്ന് കുറച്ച് പൈസ തന്നു. പിന്നെ അടുത്ത ദിവസം വരാൻ പറഞ്ഞു. അതെങ്കിൽ ഇത് പറയാൻ വേണ്ടി ഞാൻ പുതുപ്പള്ളി ചെന്നു. ഉമ്മൻചാണ്ടി സാറുണ്ടായി, ഭാര്യ ഉണ്ടായി, മറ്റേ ചാണ്ടി ഉമ്മനൊക്കെ അവിടെ ഉണ്ടായി. അപ്പോൾ മറ്റേ ഇങ്ങനെ വിളിച്ചിട്ട് ബെന്നി ബേനാനെ വിളിച്ച് ഉമ്മൻചാണ്ടി സാർ പറഞ്ഞിട്ടോ, തെറ്റേല് ചെയ്തേക്കാനും വലിയ ചെറ്റത്തിര ആ കുട്ടിയോട് ചെയ്താൽ കുട്ടിയുടെ പൈസ കൊടുക്കണോ? ഞാൻ ആ മഹാന്റെ കല്ലറി പോയിരുന്നു. ഒരർത്ഥത്തിൽ അയാൾ ബെന്നി ബേനാൻ എനിക്ക് തരാനുള്ള പൈസ കംപ്ലീറ്റ് കൊടുത്തു. പക്ഷെ ഇയാൾ ചട്ടത്തരം കാണിച്ച് ഇയാൾ നീതിമാനാണ്. ആ കാര്യത്തിൽ പുള്ളി ഡീസന്റാ. പുള്ളി കൊടുക്കാന്ന് പറഞ്ഞ പൈസ പുള്ളി ബെന്നിനെ ഏൽപ്പിച്ചു. ബെന്നി തരാണ്ട് നമ്മളിട്ട് ചിട്ടിച്ച് നാളെ ഇത് വരിക. ഈ കായ് എന്ത് ചെയ്യാനാ? ഞാൻ എന്തായാലും ഇപ്പൊ വിളിക്കാം. വേറൊരു കോള് ഉണ്ട്, ഇപ്പൊ വിളിക്കാം. അന്നത്തെ പേപ്പറുകൾ അത് 2 സെറ്റ് റെഡിയാക്കി വെച്ചോണ്ട് കേട്ടോ. എന്തായാലും കിട്ടാൻ പറഞ്ഞാൽ നമ്മൾ പറയാം. അതെ നമ്മൾ സാറിനോട് ഇപ്പൊ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ആരോടാ? കുഞ്ഞാലിക്കുട്ടി സാറിനോടോ? അല്ലല്ല, ഒരു നമ്മളെ റിട്ടയർഡ് DSP സാറാണ് അന്നത്തെ. ഓക്കെ. ഏതാ മറ്റേ വർഗീസ് സാറാണോ ഇരിങ്ങാലക്കുടെ അന്ന് ഇടപെട്ടത്? അല്ലല്ല, വർഗീസ് സാറാണ് എനിക്ക് അനുകൂലമായിട്ടല്ലേ സംസാരിച്ചെന്ന്. വർഗീസ് സാർ എനിക്ക് അനുകൂലമായിട്ടാണ് സംസാരിച്ചത്. പിന്നെ നമ്മളെ പ്രശോഭ് സാറും സംസാരിച്ചു അല്ലേ? പ്രശോഭ് സാർ അനുകൂലമായിട്ട് സംസാരിച്ചു. ആ കുട്ടിയുടെ പൈസ എന്തായാലും കൊടുക്കണം എന്ന് പറഞ്ഞു.
ഇത് നമുക്ക് നേരിട്ട് പറയാം. ഫോൺ കൂടി പറയുന്നത് വലിയ റിസ്ക് ആണ്. നമുക്ക് നേരിട്ട് പറയാം. പേപ്പർ റെഡിയാക്കി വെച്ചോ. ഞാൻ ആരെ പേരൊന്നും പറയില്ല കേട്ടോ. അതിനുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഒന്ന് ഇല്ലീഗലായിട്ട് 2-3 പരിപാടി ഉണ്ടായി, ഞാൻ പറഞ്ഞുതരാം. ഏതായാലും വിളിച്ചല്ലോ, സന്തോഷം. വിളിക്കാതെ ഇരുന്നോട്ട് നമ്മൾ വിചാരിച്ചു നമ്മളോട് തെറ്റാണ്. അവരെ പോലെ നമ്മളോട് ഞാൻ തന്നെ ഒന്നും കാണിച്ചിട്ടൊന്നുമില്ലല്ലോ. അതല്ല, നമുക്ക് നമ്മളുടെ ഈ കാര്യം സെറ്റിൽ ആവാത്ത കാരണം നമ്മൾ വളരെ മാനസിക വിഷമത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരിക്കുന്നത്. എല്ലാ പേപ്പേഴ്സുകളും അടിമുടി പേപ്പേഴ്സുകളെല്ലാം ഫോട്ടോ കോപ്പി 2 സെറ്റ് റെഡിയാക്കി വെച്ചോ. 24-ാം തീയതിയാണ് ഇലക്ഷൻ. അതിൻ്റെ മുന്നേ നമുക്ക് അവരോട് കണ്ടിട്ട് പറയണം. അല്ലെങ്കിൽ അതിൻ്റെ വിഷമം വരും എന്നുള്ളൊരു തോന്നിയാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നടക്കും. എന്നുള്ള തീരുമാനം എടുക്കാം കേട്ടോ. മരിച്ചുപോയ ഒരു മനുഷ്യനെ കുറിച്ച് അദ്ദേഹം ചെയ്തതാണെങ്കിൽ കൂടി മോശത്തരങ്ങൾ പറയാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ വിശുദ്ധനാക്കപ്പെട്ട ഉമ്മൻചാണ്ടി നീതിമാനാണെന്ന് മൊയ്തീനിക്ക പറയുമ്പോൾ മൊയ്തീനിക്കായോട് ചോദിക്കാനുള്ളത്, ഭരണം നിലനിർത്തുന്നതിനു വേണ്ടി ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ മാനത്തിന് വില പറഞ്ഞ ഒരു മനുഷ്യൻ, അത് ആരും ആയിക്കൊള്ളട്ടെ, എങ്ങനെയാണ് മാന്യനാകുന്നത്, വിശുദ്ധനാകുന്നത്, നീതിമാനാകുന്നത്? മലയാളികളെ നിങ്ങൾ സ്വയം വിലയിരുത്തുക, ഈ കോൺഗ്രസ്സുകാരെന്തേ ഇങ്ങനെയായി പോയത് എന്ന്. ഇതിന്റെ ബാക്കി ഭാഗം ഇൻഷാ അള്ളാ നാളെ രാവിലെ പുറത്തു വിടുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടുമുണ്ട് അങ്കമാലിയിലെ മുൻ MLA ജോയിയോട് പരാതി പറയുന്നത്, ജോയി ബെന്നി ബെഹനാനോട് സംസാരിച്ചതിനു ശേഷം ഈ യുവതിയുമായി സംസാരിക്കുന്നത്, അൻവർ സാദത്ത് MLA യോട് പരാതി പറയുന്ന നിരവധി ക്ലിപ്പുകളുണ്ട്. അതെല്ലാം ഓരോന്നായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതാണ്.